Hello peoples, welcome back to Stratford Signal. It's revenge time. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ബ്രെൻറ്റ്ഫോർഡ്. ഇതെനിക്കൊരു പേഴ്സണൽ റിവെഞ്ച് ഗെയിമാണ്. എന്താണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിറ്റിയിൽ ആദ്യം മുതലേ ഉള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, ഞാൻ സെപ്റ്റംബർ 26, 2025 ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു ബ്രെൻറ്റ്ഫോർഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ചിന്. അവരുടെ ഗ്രൗണ്ടിൽ GTEC കമ്മ്യൂണിറ്റി സ്റ്റേഡിയത്തിൽ പോയി കളിക്കുന്ന മുമ്പേ, അതായത് നമ്മൾ ആ കളി 5-0 ജയിക്കും എന്നുള്ളതായിരുന്നു പ്രഡിക്ഷൻ. പക്ഷേ കളി കഴിഞ്ഞപ്പോൾ നമ്മൾ 3-1 പൊട്ടി. തീർച്ചയായിട്ടും അത് എന്നെ ശരിക്കും വേദനിപ്പിച്ചൊരു ദിവസമായിരുന്നു. കാരണം എന്നെ കുറേ പേര് വന്ന് കുക്കിയിലും റോസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മളാ കളി ജയിക്കേണ്ട അല്ലെങ്കിൽ സമനിലയാവേണ്ട ഒരു കളിയായിരുന്നു. അതിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പെനാൽറ്റി മിസ്സും പിന്നെ ബയന്തറിൻ്റെ ഭയാനകമായ കുറച്ച് ഗോൾ കീപ്പിംഗ് എറേഴ്സും കാരണം നമ്മൾ ആ കളി 3-1 പൊട്ടിയത്. അപ്പോൾ അവിടെ നിന്നും നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ കുറേ ഫാക്ടേഴ്സ് മാറിയിട്ടുണ്ട്. അതിൽ തന്നെ ലാവൻസ് ആണ് ഇപ്പോൾ ഗോൾ കീപ്പർ, നമ്മുടെ കോച്ച് കാരിക്കാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു വിന്നിങ് ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോയിക്കൊണ്ടൊരു ടീമാണ്. അത്ര ഒരു പെർഫോമൻസ് അത് നല്ല അല്ലെങ്കിലും റിസൾട്ട്സ് നമ്മൾ നെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെൻറ്റ്ഫോർഡ് ഓൾഡ് ട്രാഫോർഡിലോട്ട് വരുമ്പോൾ പഞ്ഞിക്കിടണം അവരെ എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷ്. അത് നടക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ കളിയിൽ 100% നടക്കാൻ പോകുന്നൊരു സംഭവം, നിങ്ങളുടെ ഹോട്ട് ടേക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആക്കാനാണ് ആരും കോമെൻറ്റ് ചെയ്യുക മറക്കരുത്. അതിൻ്റെ കൂടെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക, കാരണം നോട്ടിഫിക്കേഷൻസ് മിസ്സാവരുത്. ഇനി തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യും വേണം. ബ്രെൻറ്റ്ഫോർഡിൽ ഞാൻ നോക്കിക്കാണുന്നൊരു പ്ലെയർ ഉണ്ട്, ഇഗോർ തിയാഗോ. എൻ്റെ പേടി സ്വപ്നമാണ് ഈ ഇഗോർ തിയാഗോ. മെഗ്വയറിനെ ശരിക്കും ഇങ്ങനെ വലിച്ച് കീറുന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിരുന്നു അവൻ നമ്മുടെ ഡിഫൻഡറായിട്ടുള്ള മെഗ്വയറാണ് തന്നെ ചെയ്തത് അവരുടെ ഗ്രൗണ്ടിൽ പോയ സമയത്ത്. എഗെയിൻ മെഗ്വയറാണ് ഈ കളിയിൽ ഡിഫൻഡർ. മിക്കവാറും എയ്ഡൻ ഹെവൻ ആയിരിക്കും മെഗ്വറിൻ്റെ കൂടെ CBയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. ഈ കളിയിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ലിസാൻഡ്രോ മാർട്ടിനസ് ഇല്ല, സസ്പെൻഡ് ആണ്. പാട്രിക് ഡോർഗു ലെനിയോറ ഡൗട്ടാണ്. പിന്നെ എന്നെ പേടിപ്പെടുത്തുന്ന ഒരു ന്യൂസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ആയിട്ട് പറയുന്നതാണ്, മത്തേസ് കുനിയ ഈ കളിയിൽ ഇഞ്ചേർഡ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ ഡൗട്ടാണ്. ലെറ്റ്സ് സി എങ്ങനെയായിരിക്കും ലൈനപ്പ് വരിക എന്നുള്ളത്. മത്തേസ് കുനിയ ഇഞ്ചേർഡ് ആണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് വിംഗറായിട്ട് ആര് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. നിങ്ങൾ മൗണ്ടിനെ സ്റ്റാർട്ട് ചെയ്യോ, ബ്രൂണോനെ സ്റ്റാർട്ട് ചെയ്യോ, അത് അമാദിനോ എംബൂമിനോ ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ടേക്ക് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്രെൻറ്റ്ഫോർഡിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സീസൺ തുടങ്ങിയ സമയത്ത് ബ്രെൻറ്റ്ഫോർഡിന് ആരും യാതൊരു വിലയും കൊടുത്തിരുന്നില്ല. പക്ഷേ അവരൊരു ഡേഞ്ചറസ് ടീമാണ്. അവരിപ്പോൾ നിൽക്കുന്നത് 8th ആണ് ടേബിളിൽ. ചെൽസിക്കും അതേപോലെ തന്നെ ബോൺമൗത്തിനും തൊട്ട് പിന്നാലെ ബ്രെൻറ്റ്ഫോർഡ് ഉണ്ട്. ഈ കളിയിൽ ഒരു സമനില പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് യൂറോപ്യൻ സ്പോട്ടോട് കയറാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ ഫുള്ളി മോട്ടിവേറ്റഡ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഡ്രോ പിടിക്കുക എന്ന് വെച്ചുകൊണ്ടായിരിക്കും അവർ ഓൾഡ് ട്രാഫോർഡിൽ വരാൻ പോകുന്നത്. അവരുടെ ലാസ്റ്റ് 5 മത്സരങ്ങളും ഡ്രോ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഈസി വിൻ ആയിരിക്കില്ല. പക്ഷേ ഐ വോണ്ട് റിവെഞ്ച്. ഐ വോണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടു പഞ്ഞിക്കിടൽ ബ്രെൻറ്റ്ഫോർഡിനെ. ഐ ഹോപ്പ് ഇറ്റ് ഹാപ്പൻസ്. നമ്മുടെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ UCL ഫുട്ബോളിലോട്ട് ഒരു 1.5 കാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് UCL ഫുട്ബോളിൻ്റെ വാതിലിലോട്ട് ഒരു 1.5 കാൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ 2 കാലും എടുത്തു വെച്ചുകൊണ്ട് UCL ഫുട്ബോളിലേക്കുള്ള കവാടം ക്ലോസ് ചെയ്യാം. വി വിൽ ബി ഇൻ UCL. അതാണ് ഈ കളിയിലെ ഒരു ഇമ്പോർട്ടൻസ്. ഇനി ഈ കളിയിൽ പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് UCL ഫുട്ബോളിന് ഔട്ട് എന്നല്ല, പക്ഷേ ലിവർപൂൾ തൊട്ട് പിന്നിലുണ്ട്, ആസ്റ്റൺ വില്ലയും തൊട്ട് പിന്നിലുണ്ട്. ഈ കളി പോയിൻറ്റ്സ് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ മേ ബി ദർ ഇസ് എ ചാൻസ് നമ്മൾ 5th ചാടാം. അപ്പോൾ അതൊരു മെൻറ്റാലിറ്റി വൈസ് അതൊരു നെഗറ്റീവ് ഫീലിംഗ് തരുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഫീൽ വി വിൻ ദിസ് മാച്ച് ആൻഡ് വി ഗെറ്റ് ദാറ്റ് UCL സ്പോട്ട് കൺഫേം ആക്കാനായിട്ട്. ഇനി ലൈനപ്പിലോട്ട് വരാം. ബ്രെൻറ്റ്ഫോർഡിൻ്റെ ലൈനപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഡേഞ്ചറസ് പ്ലെയർ തിയാഗോ ആണ്. പിന്നെ അവരുടെ ഒരു വലിയൊരു ഫാക്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എയ്ഡൻ എന്നുള്ളത് ജോർഡൻ ഹെൻഡേഴ്സൺ ഔട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ റീക്കോ ഹെൻറി പറഞ്ഞ അവരുടെ ഒരു ഡിഫൻഡർ ഉണ്ട്, മൂപ്പർ ഔട്ടാണ്. പിന്നെ ഫാബിയോ കാർവാലിയോ അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സൊക്കെ ഔട്ടാണ്. അവർ കുറച്ച് ഇഞ്ചുറി കൺസേൺസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ് ബ്രെൻറ്റ്ഫോർഡ്. നമ്മൾക്കും ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. അതിൽ തന്നെ ലിസാൻഡ്രോ മാർട്ടിനസും മത്യാസ് ഡിലിറ്റും നമ്മുടെ ഡിഫൻസീവ് ഷേപ്പ് തന്നെ മൊത്തം കുളമായി കിടക്കുകയാണ്. പക്ഷേ മെഗ്വർ തിരിച്ചു വരുന്നത് ഒരു പോസിറ്റീവാണ് നമുക്ക്. പിന്നെ ഈ കളി ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയും ഫ്രം എ മിറാജ് പെർസ്പെക്റ്റീവ്, നമ്മൾ ഡിവെൽസ് വിൻ ചെയ്താൽ നമുക്ക് ഈ കളി ജയിക്കാൻ പറ്റും. ഞാനിതിൽ ടാക്ടിക്കൽ ബോർഡൊന്നും കൊണ്ടുവരുന്നില്ല, കാരണം അതിനുള്ള ആവശ്യമില്ല. കാരണം ഇത് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് മാച്ച് അല്ല ഫോർ ജനറൽ ഓഡിയൻസസ്. പക്ഷേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, റിവെഞ്ച് വേണം. പക്ഷേ ഇതിൽ ജയിക്കാനായിട്ട് നമ്മൾ ടാക്ടിക്കലി സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ വിട്ട് കഴിഞ്ഞാൽ, ഏരിയൽ ഡ്യുവൽസും ഗ്രൗണ്ട് ഡ്യുവൽസും മസ്റ്റായിട്ട് വിൻ ചെയ്യണം. അത് കാരിക്കിൻ്റെ അണ്ടറിൽ നമ്മൾ കുറച്ച് മാച്ചസ് ആയിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പെർഫോമൻസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇത് ഓൾഡ് ട്രാഫോർഡാണ്. ഇവിടെ നമുക്ക് വെറുതെ എന്താ പറയുക, വെള്ളത്തിൽ മുങ്ങിയ കോഴിയെ പോലെ അല്ലെങ്കിൽ നിലാവത്ത് അഴിച്ചുവിട്ടിയ കോഴിയെ പോലെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. വി ഹാവ് ടു അറ്റാക്ക്, വി ഹാവ് ടു പ്ലേ ഗുഡ് പെർഫോമൻസ്. അത് കാണികൾക്ക് കാണണം. കാരണം മൺഡേ നൈറ്റ് ഫുട്ബോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കാണികൾ അല്ലെങ്കിൽ ഓഡിയൻസ് കാണുമ്പോൾ, ഫാൻസ് കാണുമ്പോൾ നമ്മൾക്കൊരു മിനിമം എക്സ്പെക്റ്റേഷൻ ഉണ്ട്, നമ്മൾ കളിക്കുമെന്നുള്ളത്. അതെനിക്ക് ഈ കളിയിൽ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പെർഫോമൻസ് ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ കളിയും തീർന്ന് കിട്ടിയാൽ മതി എന്ന് വെച്ചിട്ടാണ് നമ്മൾ കളി കണ്ടുകൊണ്ടിരുന്നത്, റിസൾട്ട്സ് ഉണ്ടെങ്കിലും. പക്ഷേ ഈ കളിയിലോട്ട് വരുമ്പോൾ ഐ വോണ്ട് ടു സീ പെർഫോമൻസ്. ഓൾഡ് ട്രാഫോർഡാണ്, ഇതായിരിക്കും നമ്മുടെ മിക്കവാറും ലാസ്റ്റ് ഒരു മിഡ് നൈറ്റ് മാച്ച് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളി നല്ലൊരു പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് അവിടെ കോമെൻറ്റ് ചെയ്യുക. നമ്മുടെ ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഏരിയൽ ഡ്യൂവൽസ് വിൻ ചെയ്യണം. അതിന് എനിക്ക് തോന്നുന്നത് കസമീറോ മെഗ്വയറിൻ്റെ ഒരു അവൈലബിലിറ്റി നല്ല ഉപകാരമായിരിക്കും. പിന്നെ ക്യാരിക്ക് ചെയ്യാൻ പോകുന്നൊരു പരിപാടി എനിക്ക് തോന്നുന്നത് മിക്കവാറും ഡിഫൻസീവ് ഷേപ്പ് കീപ്പ് ചെയ്യുക, എന്നിട്ട് കൗണ്ടർ അടിക്കാനായിരിക്കും. നമ്മൾ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ബ്രെൻഫോർഡിന് പന്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്തോ, നിങ്ങൾ ക്രോസ് ഇട്ടോ എന്നൊക്കെ പറയും. അതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന ഗെയിം പ്ലാൻ. അല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് അവരുടെ ബോക്സിൽ ചെന്നുകൊണ്ട് കുറേ ടച്ച് എടുക്കുന്നു തോന്നുന്നില്ല. അപ്പോൾ അതാരും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എന്നാലും നമ്മൾ കുറച്ച് വൺ ടച്ച് പാസ്സൊക്കെ കളിച്ചുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ബോൾ പ്രോഗ്രസ് ചെയ്ത് കൗണ്ടർ അറ്റാക്കിംഗ് ഗോൾ അടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ എംബൂമോൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. എസ്പെഷ്യലി എംബൂമോൻ്റെ പ്രീവിയസ് ക്ലബ്ബാണ് ബ്രെൻഫോർഡ്. തീർച്ചയായിട്ടും എംബൂമോ ഈ കളിയിൽ ഗോൾ അടിക്കുമെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. അതിൽ ബ്രൂണോ അത് എംബൂമോയ്ക്ക് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കോമെൻറ്റ് ചെയ്യുക, ബ്രെൻഫോർഡിനെതിരെ എംബൂമോ ഗോൾ അടിക്കുമോ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കളിയിലെ ഒരു മെയിൻ ഫാക്ടർ അത് കയോഡയാണ്, ബ്രെൻഫോർഡിൻ്റെ. ഈ കയോഡൻ്റെ ലോങ് ത്രോസ് എല്ലാ ടീമിനും ഒരു തലവേദനയാണ്. അതെങ്ങനെയായിരിക്കുമെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയുണ്ട്. ഈ കയോഡൻ്റെ ലോങ് ത്രോസ് മാക്സിമം ഒഴിവാക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് പണിയാണ്. അത് ആഴ്സണലിൽ സത്യം പറഞ്ഞാൽ കോർണർ കിട്ടുന്ന പോലെയാണ് ബ്രെൻഫോർഡിന് ഈ ത്രോയിൻ കിട്ടുന്നത്. അപ്പോൾ അതും ഒരു ഫാക്ടറാണ്. ഈ കളിയിൽ എക്സ് ഫാക്ടർ ആരായിരിക്കും രണ്ട് ടീമിനും? ബ്രെൻഫോർഡിന് തീർച്ചയായിട്ടും അത് ഈഗോർ തിയാഗോ തന്നെയാണ് അവരുടെ സ്ട്രൈക്കർ. നമ്മുടെ ടീമിന് എനിക്ക് തോന്നുന്നത് അത് ബ്രൂണോ ഫെർണാണ്ടസ് ആയിരിക്കും. ഇനി ബ്രൂണോ ഫെർണാണ്ടസ് ഈ കളിയിൽ എത്ര അസിസ്റ്റ് നേടും? തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിചാരിക്കും മിറാജ് ഇപ്പോൾ 5-0 പറയും, 6-0 പറയും. ഇല്ല, ഞാൻ ആ മണ്ടത്തിൽ ഞാൻ ചെയ്യുന്നില്ല. അത് ഞാൻ പ്രഡിക്ഷൻ പറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഫാക്ടർ ഞാൻ കാണിച്ചു തരാം, ഒരു സ്ട്രാറ്റജിയും കാണിച്ചു തരാം. അതായത് കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ബ്രെൻഫോർഡ് ഓൾഡ് ട്രാഫോർഡിൽ കളിച്ചതിൽ ബ്രെൻഫോർഡ് ജയിച്ചിട്ടില്ല. കഴിഞ്ഞ 2 മത്സരങ്ങളിലും 2-1 പരാജയം അവർ ഏറ്റുവാങ്ങി. അതിന് മുമ്പേ 1-0 പരാജയം, അതിന് മുമ്പ് 3-0 പരാജയം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മാച്ച് 2-1 അല്ലെങ്കിൽ 3-1 ജയിക്കുമെന്നാണ്. 3-1 ഓർ 2-1 വിക്ടറി ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ് താഴെ കോമെൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബ്രെൻഫോർഡിനെതിരെ നമുക്ക് റിവെഞ്ച് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് കാണാം, മാച്ച് റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. വാച്ച് ലോങ് ഇല്ല, മാച്ച് റിയാക്ഷനിൽ കാണാം. ഇനി പുതിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, കാരണം നോട്ടിഫിക്കേഷൻ മിസ്സാവരുത്. മാച്ച് റിയാക്ഷൻ വിൽ ബി ഇൻട്രസ്റ്റിംഗ് എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. റിവെഞ്ച് ടൈം, ബ്രെൻഫോർഡിനെ പഞ്ഞിക്കിടുന്ന ടൈം. ഐ ആം വെയിറ്റിംഗ്.